സേവിംഗ് അക്കൗണ്ടിന്റെ സ്വഭാവം എന്താണ്? സാധാരണഗതിയിൽ സേവിംഗ് അക്കൗണ്ടിലേക്ക് നാം പണം നൽകുമ്പോൾ സേവിംഗ് അക്കൗണ്ട് വഴി ബാങ്കിലേക്ക് പണം നൽകിയാൽ നിശ്ചിത ശതമാനം വർധനവ് ഈ കക്ഷിക്ക് നൽകും എന്ന വ്യവസ്ഥ ബാങ്കിന് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ബാങ്കിലേക്ക് നാം പണം കൊടുക്കുന്ന പണം ബാങ്ക് ഇങ്ങനെ അത് ലോക്കറിൽ ആഭരണം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കുകയല്ല, അത് അവര് ഉപയോഗപ്പെടുത്തുകയാണ്, അവർ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ എത്ര പണമാണോ കൊടുക്കുന്നത്, 1 ലക്ഷം കൊടുത്താൽ ആ 1 ലക്ഷം തിരിച്ചു തരും എന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിന് പുറമെ സേവിംഗ് അക്കൗണ്ടിലൂടെ ആകുമ്പോൾ ഓരോ ബാങ്കുകളുടെ സ്ഥിതിക്കനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം വർധനവ് തിരിച്ച് തരും എന്ന് വ്യവസ്ഥ ബാങ്കും ഈ സേവിംഗ് അക്കൗണ്ട് എടുക്കുന്ന കക്ഷികളും തമ്മിൽ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ അത് പലിശ ഇടപാടാണ്, ചെയ്യാൻ പാടില്ല. ബാങ്കിലേക്ക് സേവിംഗ് അക്കൗണ്ടിലൂടെ പണം നൽകുന്നവർ ബാങ്കിന് അങ്ങോട്ട് പണം കൊടുക്കുന്നു, പണം ബാങ്കിന് ഉടമയാക്കി കൊടുക്കുന്നു, പകരം അതും വർധനവും തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിലും ഏർപ്പെടുന്നു. അങ്ങനെയാവുമ്പോൾ സേവിംഗ് അക്കൗണ്ടിലൂടെ ബാങ്കിന് പണം നൽകുന്ന രീതി അത് റിബൽ ഖർള് എന്ന വകുപ്പിൽ പെടുന്നതാണ്, ഹറാമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ബാങ്കിങ് ഇപ്പൊ തീരും. മറ്റൊരു അക്കൗണ്ടാണ് ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറയുന്ന രൂപം. അതും ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ്. പിന്നെ അതിലെന്തുണ്ട്? ഫിക്സഡ് അക്കൗണ്ടില് നമ്മൾ നൽകുന്ന പണം ഒരു നിശ്ചിത കാലത്തിന് മുമ്പ് പിൻവലിക്കൂല എന്ന നിബന്ധനയോടുകൂടിയാണ് നൽകുന്നത്. മറ്റേ സേവിംഗ് അക്കൗണ്ടിൽ നൽകുന്ന പണമാണെങ്കിൽ പിറ്റേന്ന് തന്നെ പോയിട്ട് പിൻവലിക്കാം, എന്നാണ് തിരിച്ചെടുക്കാം. ഫിക്സഡ് അക്കൗണ്ടില് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ട് 5 വർഷത്തേക്ക് ഞാൻ ഈ സംഖ്യ പിൻവലിക്കൂല, 5 വർഷം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ എന്ന രൂപത്തിൽ നൽകുമ്പോൾ സേവിംഗ് അക്കൗണ്ടിൽ ഉള്ളതുപോലെ വർധനവ് നൽകണമെന്ന് അതിലുണ്ട്. വർധനവ് സേവിംഗ് അക്കൗണ്ടിലുള്ള സാധാ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതലുണ്ടാകും. കാരണം ഈ സംഖ്യ ഒരു നിശ്ചിത കാലം വരെ ഇവൻ തിരിച്ചെടുക്കാതെ ബാങ്കിന് ഉപയോഗപ്പെടുത്താൻ കഴിയുമല്ലോ. അപ്പൊ അതിലും എന്തുണ്ട്? കൊടുക്കുന്ന സംഖ്യയേക്കാൾ കൂടുതൽ തരണം എന്നാണ് ആ കരാറിന്റെ സ്വഭാവം ഉള്ളത്. അതുകൊണ്ട് അതും തെറ്റാണ്, പറ്റില്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത് രണ്ടുമല്ലാതെ കറണ്ട് അക്കൗണ്ടുകളുണ്ട്. അത് ഓരോ ബാങ്കിന്റെയും സംവിധാനത്തിനനുസരിച്ചൊക്കെ പൊതുവെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. പൊതുവെ ഉള്ള രീതികൾ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നൊക്കെ അന്വേഷിച്ച അറിവാണ് നമുക്കുള്ളത്. അത് ഒരു ബാങ്ക്, ചില ബാങ്കിൽ ചിലപ്പോൾ കറണ്ട് അക്കൗണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിൽ ഉണ്ടാവാം. കറണ്ട് അക്കൗണ്ടിന്റെ രീതി അനുസരിച്ച് അതിൽ നമ്മൾ അത് മുഖേന ബാങ്കിലേക്ക് നൽകുന്ന പണം, കറണ്ട് അക്കൗണ്ടിലൂടെ ബാങ്കിലേക്ക് നൽകുന്ന പണം, നമ്മൾ നൽകുന്ന പണം തിരിച്ചു കിട്ടും, തിരിച്ചു തരണം. അതിനപ്പുറമുള്ള വർധനവ് തരേണ്ടതില്ല എന്നാണ് അതിലെ പൊതുവ്യവസ്ഥയുള്ളത്. ഇനി ബാങ്കുകളുടെ സ്വഭാവം അനുസരിച്ച് അതിന് മാറ്റുള്ളതുണ്ടോ എന്ന് എനിക്കുള്ളത് വിശദമായി എന്റെ ഓർമ്മയിൽ ഇല്ല. ഇപ്പൊ കറണ്ട് അക്കൗണ്ട് വഴി ബാങ്കിലേക്ക് പണം കൊടുക്കുന്നവർ അവര് ഏർപ്പെടുന്ന വ്യവസ്ഥയും സ്വഭാവവും ആ കറണ്ട് അക്കൗണ്ടിന് ബാങ്കിൽ തന്നെയുള്ള അതിന്റെ വ്യവസ്ഥാപിത രൂപം, അതിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപം എന്ന് അവർ പറയും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പണം, ആ പണം അത് നമുക്ക് കുറയാതെ തിരിച്ചു കിട്ടും. ചിലപ്പോ കുറയാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കുന്നതിന്റെ ഒരു ഫീസ് ചിലപ്പോൾ ഈടാക്കാം. ഏതായാലും വർധനവായിട്ടൊന്നും തരണമെന്നില്ല. ബാങ്കിലേക്ക് പണം നൽകുക, പണം ബാങ്കിൽ നമ്മളെ ഭാഷയിൽ സൂക്ഷിക്കുക എന്ന് പറയും. ചിലപ്പോ വരിയിൽ വെച്ചാരെങ്കിലും കടം ചോദിക്കുമെന്നുള്ള പേടിയാണ് ചിലർക്ക്, ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ ബാങ്കിൽ അക്കൗണ്ട് ആവശ്യമുള്ളവർക്ക് അനിവാര്യമാണെങ്കിൽ കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ റിബ കാണുന്നില്ല. പിന്നെയും ചോദ്യങ്ങൾ വരും, ആ നൽകുന്ന പണം ഇവരങ്ങനെ അതിലേക്ക് ഉപയോഗപ്പെടുത്തൂല, ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തൂല എന്നല്ലേ. അതിനൊക്കെ അല്ലേ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിയിലേക്ക് പോകാതെ സാധിക്കുകയാണ്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ വേറെ മാർഗമൊന്നുമില്ല, നിർബന്ധം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ബാക്കി പറയുന്നത്. അപ്പൊ അനിവാര്യമാണെങ്കിൽ അക്കൗണ്ടുകള്, കറണ്ട് അക്കൗണ്ട്, സ്ഥാപനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ നിയമനുസരിച്ച് പ്രവർത്തിക്കാൻ അക്കൗണ്ടുകൾ ആവശ്യമായി വരും.
വലിയ സാമ്പത്തിക കൈമാറ്റങ്ങൾ നടക്കുമ്പോൾ അക്കൗണ്ടുകൾ ആവശ്യമായി വരും. ബിസിനസ്സുകാർക്ക് അക്കൗണ്ടുകൾ ആവശ്യമായി വരും. അവർക്കൊക്കെ ഏതെല്ലാം ബാങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ താല്പര്യമുള്ളവർ ബാങ്കുകളിൽ അന്വേഷിച്ച്, ഒരു ബാങ്കിൽ അല്ലെങ്കിൽ മറ്റേ ബാങ്കിൽ അങ്ങനെ സൗകര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതായാലും കറണ്ട് അക്കൗണ്ട് പൊതുവെ രീതി അനുസരിച്ച് കറണ്ട് അക്കൗണ്ടിലൂടെ ബാങ്കിലേക്ക് പണം നൽകുന്നവർക്ക് വർധനവ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലിശ വ്യവസ്ഥ ചെയ്യുന്നില്ല. വർധനവ് ലഭിക്കൂല, ലഭിക്കേണ്ടതില്ല എന്നാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിൽ നടത്തുന്ന അഖ്ദ് എന്തല്ല? അഖ്ദുർ റിബയല്ല. അങ്ങനെ നടത്തുന്ന അഖ്ദുർ റിബയല്ല. ഞാൻ നേരത്തെ ഒരു ആമുഖം പറഞ്ഞിരുന്നു. ബാങ്കുമായി പരമാവധി ബന്ധപ്പെടാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയും സാധിക്കുമെങ്കിൽ അത് ആ രീതി തന്നെ സ്വീകരിക്കണം. അത് സാധിക്കില്ല, ബാങ്കുമായി ഇടപെട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ബാങ്കുമായി നാം നടത്തുന്ന ഇടപാടുകൾ അഖ്ദുർ റിബ, റിബയല്ലാതെ വരാൻ സാധിക്കണം. അങ്ങനെ ബാങ്കിൽ അക്കൗണ്ട് അനിവാര്യമാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിന് അത്ര താരതമ്യേന ഗൗരവം കാണുന്നില്ല. കാരണം ആ കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതും അത് മുഖേന ബാങ്കിലേക്ക് പണം കൊടുക്കുന്നതും റിബ എന്ന വകുപ്പിൽ ഉൾപ്പെടുന്നില്ല. ബാങ്കുമായി ബന്ധപ്പെടുന്നു എന്ന പ്രശ്നം അതിലുണ്ട്. അത് അനിവാര്യമാണെങ്കിൽ ഈ രൂപം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതൊന്നും ഛർദിക്കാതെ ഇന്ന് അത്യാവശ്യമല്ലേ, നിർബന്ധമല്ലേ ബാങ്ക് എന്നിട്ട് എല്ലാവരും പോയിട്ട് സേവിങ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് അതില് റിബ വരിക. അത് നിർബന്ധമല്ല, നെറൂറത്തല്ലേ എന്ന് പറഞ്ഞിട്ട് സമാധാനം കണ്ടെത്തുക. അങ്ങനെ ഒരു സമാധാനമില്ല. അക്കൗണ്ട് നിർബന്ധമുള്ളവർക്ക് തന്നെ കറണ്ട് അക്കൗണ്ട് ഉപയോഗപ്പെടുത്താമല്ലോ. പറഞ്ഞല്ലോ, ഒരു ബാങ്കിൽ സൗകര്യം ഇല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ ഉണ്ടാവാം. അന്വേഷണം ആവശ്യമുള്ളവർ അന്വേഷിക്കേണ്ടതാണ്. കറണ്ട് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടുന്നത് എന്തല്ല? നമ്മൾ ബന്ധപ്പെടുന്ന ത്വരീക്ക് ഏതല്ല? റിബ. പിന്നെ ഇപ്പൊ നെറൂറത്തും ഒക്കെ ആലോചിക്കേണ്ടതാണ്. വേഗം അങ്ങോട്ട് നെറൂറത്തുണ്ടാക്കലാ ചിലർ. കേൾക്കുമ്പോത്തിന് ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനത്തിന് പോയി അവിടെ എത്തിയാൽ കശ്ഫുൽ ഔറത്ത് വേണ്ടി വരും, തുണിയൊന്നും ഉയർത്തേണ്ടി വരും. എന്നിട്ട് ഇവിടെ തന്നെ ഉയർത്തി പോണം. നാടൻ ഭാഷയിൽ ചോദിച്ചപ്പോൾ തന്നെ മാടിപ്പോണ്ട കാര്യം. അവിടെ ചെന്ന് വാതിലടച്ചിന്റെ അച്ഛല്ലേ അത് ഉയർത്തേണ്ടത്, അപ്പോഴല്ലേ അത് നെറൂറത്തുള്ളൂ. അത് ഏതായാലും അവിടെ ചെന്നാ ഉയർത്തണല്ലോ എന്ന് എഴുതിയിട്ട് ഇപ്പൊ തന്നെ ഉയർത്തല. പിന്നെ സൗജന്യങ്ങൾ കിട്ടലൊക്കെ നെറൂറത്താന്ന് മനസ്സിലാക്കുന്നതൊന്നും ശരിയല്ല. എവിടുന്നൊക്കെയോ സൗജന്യങ്ങൾ കിട്ടും. ആ കിട്ടുന്ന സൗജന്യമൊക്കെ നമ്മൾ വാങ്ങണമെന്നുണ്ടോ? അല്ലെങ്കിൽ കിട്ടുന്ന സൗജന്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നതുണ്ടോ? സൗജന്യങ്ങൾ വാങ്ങുന്നത് തെറ്റൊന്നുമല്ല, അത് സൗജന്യമാണെങ്കിൽ. പക്ഷെ ആ സൗജന്യം കിട്ടാൻ വേണ്ടി പലിശ ഇടപാടുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒരു നെറൂറത്താണോ? ഞാൻ ചില ചോദ്യങ്ങൾ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടെന്ന് ഞാൻ അതിന്റെ 1-2 ചോദ്യങ്ങൾ അങ്ങോട്ട് ഇടുകയാണ്. സൗജന്യങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ സബ്സിഡി കിട്ടുക. ഗ്യാസ് കിട്ടണമെങ്കിൽ അക്കൗണ്ട് നിർബന്ധമാണോ നടക്കേണ്ട ഒരു ഒച്ചമ്പളിയൊക്കെ കിട്ടിയിരുന്നു. ഗ്യാസിന് അക്കൗണ്ട് നിർബന്ധമല്ല, അത് സബ്സിഡി കിട്ടാനായിട്ട്. സബ്സിഡി തന്നെ നിർത്തലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിർത്തലാക്കി തോന്നുന്നു ചില രംഗങ്ങളിലൊക്കെ. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ എല്ലാ സബ്സിഡികളും നിർത്തലാക്കണം എന്നാണ് ചിലരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നത്. ആ സബ്സിഡി കിട്ടാൻ നൽകാണ്ടാണ് നെറൂറത്തിന്റെ പേരിൽ അക്കൗണ്ട് കൊടുക്കുന്നത്. ഇരിക്കട്ടെ, ഇനി അങ്ങനെ ആവശ്യമാണെങ്കിൽ അതിലൊക്കെ കറണ്ട് അക്കൗണ്ട് പറ്റുമെങ്കിൽ നമുക്ക് അത്ര വലിയ വിഷയമില്ല എന്ന് നമ്മൾ പറഞ്ഞു.